തൃശൂർ ചേലക്കരയിൽ ക്വാറിയിൽ നിന്നും കരിങ്കല്ലുകൾ സമീപത്തെ വീടുകളിലേക്ക് പതിച്ചു. ഉഴുന്നുപറമ്പ് പ്രദേശത്ത് ജോസഫ് ഇട്ടിയാരയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിലാണ് സംഭവം. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. 3-4 ആള് കല്ല് വെടിവെട്ടിട്ട് തെറിച്ചു. 3-4 വീട്ടിലേക്ക് വന്ന ഒരാളുടെ തലയ്ക്ക് മേലെ കയറിപ്പോയി. പിന്നെ അവർ പറഞ്ഞു ഇനി മേലെ ഉണ്ടാവില്ല എന്നാണ് പറയണത്. അത് നമുക്ക് അങ്ങനെ വിശ്വാസമില്ല. ഇനി വെടിവെട്ടി നാളെ തട്ടി വരും. ഞങ്ങളുടെ ഫോട്ടെടുത്ത് പോയി. സൂരജ് സജ്ജ വാർത്തകളിലും ചേരുന്നു. സൂരജ്, അത് ഭീഷണിയായി നിൽക്കുന്ന ഒരു ക്വാറി ആയിരുന്നോ? നേരത്തെയും ഈ എന്താണ് ഇത്തരത്തിലുള്ള പാറ വീഴുന്ന പേടിയുണ്ട് നാട്ടുകാർ പറഞ്ഞിരുന്ന കാര്യം തോന്നുന്നു അല്ലേ സൂരജ്? അശ്മി, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ചേലക്കര വെങ്ങാനെല്ലൂരിൽ ശ്രീകൃഷ്ണ എസ്റ്റേറ്റിന് സമീപം ഉഴുന്നുപറമ്പിൽ ഈ ക്വാറി ആരംഭിക്കുന്നത്. അത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരംഗം ഒഴികെ ബാക്കി എല്ലാവരും പിന്തുണച്ചുകൊണ്ടാണ് ഈ ക്വാറിക്ക് അനുമതി കൊടുത്തത്. അങ്ങനെ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു ക്വാറി തുടങ്ങുന്നു. ആ തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ തന്നെ പക്ഷേ ആ നാട്ടിലുള്ള ജനങ്ങൾ അവർ വലിയ ദുരിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയാണ് ഈ പാറ പൊട്ടിച്ചതിനെ തുടർന്ന് വലിയ രീതിയിൽ ശബ്ദത്തോടുകൂടി പാറ പൊട്ടുന്നു. അതിനുശേഷം സമീപത്തെ വീടുകളിലേക്ക് ഈ കരിങ്കൽ കഷ്ണങ്ങൾ തെറിച്ചു വന്ന് വീഴുന്നത്. അവർ പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ കരിങ്കൽ പൊട്ടിക്കുന്ന സമയത്ത് വലിയ ശബ്ദവും അതോടൊപ്പം തന്നെ വീടുകളിലടക്കം ഈ പ്രകമ്പനം അടക്കം അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഈ കരിങ്കല്ല് പൊട്ടി വീട്ടിലേക്ക് തെറിച്ചതോടുകൂടി വലിയ ആശങ്കയിലാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിൽ അധികൃതരാകട്ടെ തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഈ ജനപ്രതിനിധികൾ ആരും തന്നെ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഈ നാട് മാറുകയാണ്. പലപ്പോഴും ഈ കോറി പ്രവർത്തിക്കുന്ന മേഖലകളിലെ ജനങ്ങൾ ദുരിതത്തിലാകുന്ന വാർത്ത കണ്ടിട്ടുണ്ട്. അത്തരമൊരു ദുരവസ്ഥയിലേക്ക് ചേലക്കരയും മാറുകയാണ്. കാശ്മീർ ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.